ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ലോ, അതായത് BCOC 135 എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് BCOMിൽ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ BCOC 135 എന്ന് പറയുന്ന പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കണം. കാരണം നമുക്കിപ്പോൾ എക്സാം അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം പഠിച്ചുകൊണ്ട് പോകാം എന്ന് പറയുന്നത് ഇനിയുള്ള ടൈമിൽ പോസിബിൾ അല്ല. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 7 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ ഒരു അനാലിസിസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് പാസ് മാർക്കിന്റെ മുകളിൽ മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അധികം ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഡിസംബർ 2021 ചോദിച്ചേക്കുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് വേയിൽ ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ എന്തെല്ലാം സർക്കംസ്റ്റൻസിലാണ് നമ്മുടെ ഈ വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 20 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമിൽ 9ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ എത്രണ്ണം എഴുതിയാൽ മതി? 5 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ഡിസ്ക്രൈബ് അതല്ല കേട്ടോ, അത് വേറെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇൻകോർപ്പറേഷൻ ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ പറഞ്ഞേക്കാം. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് കോർപ്പറേറ്റ് വെയിലുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് വെയിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഇനി രണ്ട് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. ഇൻകോർപ്പറേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, വായിക്കാനല്ല, കുറച്ച് അത്യാവശ്യം പഠിക്കാം. അതുപോലെ ഇതിൻ്റെ ഒപ്പം ചോദിച്ചേക്കണാണ് വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ദി രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. ഓക്കെ, അതൊന്ന് നോക്കാം. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്രൈബ് ദ പ്രൊസീജിയേഴ്സ് ഓഫ് കൺവേർട്ടിംഗ് ദ പബ്ലിക് കമ്പനി ഇൻ ടു പ്രൈവറ്റ് കമ്പനി. ഒരു പബ്ലിക് കമ്പനീനെ പ്രൈവറ്റ് കമ്പനിയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്? ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കേണ്ടത്. പബ്ലിക് കമ്പനീനെ പ്രൈവറ്റ് കമ്പനി ആക്കാനുള്ള പ്രൊസീജിയേഴ്സ്. ഇത് നമ്മൾ നോക്കണം. മൊത്തമായിട്ടൊന്നും എഴുതുള്ള, കാരണം ഇപ്പുറത്തുണ്ട്. ഇനി അടുത്ത നോക്കേണ്ടത് ഡിസ്റ്റിങ്ക്യൂഷൻ ബിറ്റ്വീൻ ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷനും. ഈ ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ആ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് എഴുതാനായിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുന്നത് MOA ആൻഡ് AOA, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കൽ ഓഫ് അസോസിയേഷനും പഠിച്ചിട്ട് വേണം പോകാൻ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർ. അതായത് ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, വാട്ട് ആർ ദ ലീഗൽ റൂൾസ്? അതിനോട് തുടർന്നുള്ള ഈ ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിനോട് തുടർന്നുള്ള ലീഗൽ റൂൾസ് എന്തെല്ലാമാണ്? ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ എഫക്ട്സ് ആണ് വരുന്നത്? ഹൗ ഈസ് ഡിഫർ ഫ്രം ദി സറണ്ടർ ഓഫ് ഷെയർ? സറണ്ടർ ഓഫ് ഷെയറും ഫോർഫീച്ചർ ഓഫ് ഷെയറും തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യം 5 ഫോർഫീച്ചർ ഓഫ് ഷെയർ നോക്കാം. ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാൻസൽ ചെയ്യണത്. ഫോർഫീച്ചർ ഓഫ് ഷെയർ നോക്കാം. ഇത് നോക്കണതിന്റെ കൂടെ തന്നെ നോക്കേണ്ടതാണ് ഇതിൽ സറണ്ടർ ഓഫ് ഷെയർ ഉണ്ട്. സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, ഇനി നമ്മൾ എല്ലാവരും എഴുതള്ളാട്ടോ. എല്ലാവരും എഴുതിയാൽ നിങ്ങൾക്ക് അറിയാലോ, കുറേ വേണ്ടി വരും. ഇനി ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് ദി കമ്പനി? ആർക്കൊക്കെയാണ് ഒരു കമ്പനിയുടെ മെമ്പർ ആവാൻ പറ്റുന്നത്? ജസ്റ്റ് റീഡ് ചെയ്യുക. സിറ്റ് ഇക്വിറ്റി ഷെയർ, അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയർ, പ്രൈവറ്റ്
പ്ലേസ്മെന്റ് ഓഫ് ഷെയർ. ഇനി അതിന് തുടർന്ന് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വലിയ പണിയൊന്നുമില്ല. റൈറ്റ് ഷെയറും ബോണസ് ഷെയറും ഡിസ്റ്റിങ്ക്യൂഷൻ ബിറ്റ്വീൻ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദി പവർ ഓഫ് ഡയറക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് പവർ ഓഫ് ഡയറക്ടേഴ്സ് ചോദിക്കും. ഇനി ഇന്ററിം ഡിവിഡൻഡ് ചോദിച്ചിട്ടുണ്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. അതുപോലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡീമഡ് പ്രോസ്പെക്ടസ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണല്, റെസൊല്യൂഷൻസ്, മാനേജീരിയൽ റെമുനറേഷൻ. ഇതിനെപ്പറ്റി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കോർപ്പറേറ്റ് വെയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, അതെവിടെയാണ്? ഓൾറെഡി നമ്മൾ കോർപ്പറേറ്റ് വെയിലിനെ പറ്റി പറഞ്ഞു. ഇതപ്പോൾ എന്താണ് ഇപ്പം 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. സോറി, ഇതിപ്പോൾ 2 വട്ടമായി. ഓക്കെ, ഇനി ഇൻകോർപ്പറേഷൻ വീണ്ടും ചോദിച്ചേക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് മിനിറ്റ്, ഇറർ പറ്റാം. ഓക്കെ, സോറി, സെയിം ക്വസ്റ്റ്യൻ കയറി വന്നേക്കാം കേട്ടോ. മൈ മിസ്റ്റേക്ക്. ഇത് ഒഴിവാക്കണം. അതിൻ്റെ ഇടയിൽ ഇത് ലോഡും ആവണല്ലോ, പണിപ്പാളി. ഓക്കെ, അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്തതായിട്ട് നോക്കേണ്ട കാര്യമാണ് എന്ത്, മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കമ്പനിയുടെ കമ്പനി ലോ ആണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടല്ലേ ക്യാരക്ടറിസ്റ്റിക് പോവുള്ളൂ. അപ്പോൾ എത്ര മാർക്കായി? 10 മാർക്ക് സ്കോറായി. സിമ്പിളുമാണ്. പിന്നെ പഠിക്കേണ്ട എന്താ, ഇല്ലീഗൽ അസോസിയേഷനെ പറ്റി പഠിക്കണം. ഓക്കെ, ഇനി പ്രൊമോട്ടറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, ഇത് അവിടെ കിടക്കട്ടെ. ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് പറയാനുള്ള, നമുക്ക് നോക്കാം ഇനി എത്രത്തോളം വരുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ എന്താ ഇല്ലീഗൽ അസോസിയേഷൻ, യെസ്, അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. അതുപോലെ എന്താ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് അല്ലേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇതിന് മുമ്പത്തെ അറ്റംപ്റ്റിൽ പഠിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആണ്. ഓക്കെ, നോ ഇഷ്യൂസ്. ഇനി ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, അത് നമുക്ക് നോക്കാം, കാരണം നമുക്കറിയില്ല ഇനി റിപ്പീറ്റഡ് ആണോ അല്ലേ എന്ന്. ഇനി ബൈബാക്ക് ഓഫ് ഷെയർ ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ബൈബാക്ക് പഠിച്ചിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. ബൈബാക്ക് എന്താണ്, ബൈബാക്ക് എന്തൊക്കെ സോഴ്സ് വെച്ചിട്ട് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി ഡിസ്കസ് ദ സ്റ്റാറ്ററി ആൻഡ് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒപ്പം എന്താ ചോദിക്കണമെന്ന് പറയാൻ പറ്റില്ല, അത് നമുക്ക് നോക്കാം വരുന്ന ഇതിൽ. ഓക്കെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ നോക്കണം, നല്ലതാണ്. അറ്റ്ലീസ്റ്റ് റീഡ് എങ്കിലും ചെയ്തിട്ട് പോയിക്കോ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഞാൻ പറഞ്ഞു, ഡിഫറൻസിൻ്റെ ഒപ്പം അതും കൂടി പഠിക്കണം എന്ന്. ഇവിടെ എന്ത് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലോസസ് ചോദിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അറിവുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കും. അതുപോലെ ഷെയറും സ്റ്റോക്കും ഇതൊക്കെ എന്താ വായിച്ചിട്ടൊന്ന് പോയാൽ മതി. ഓക്കെ, പ്രോക്സി സിമ്പിൾ. പ്രൈവറ്റ് കമ്പനി എന്താണ്, ഡയറക്ടറിനെ എങ്ങനെ റിമൂവ് ചെയ്യാം, കമ്പൾസറി വൈൻഡിങ് അപ്പ്, എല്ലാം സിമ്പിൾ എന്നൊന്നും ഞാൻ പറയാനുള്ള, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിക്കോ. ഓക്കെ, ഇന്ന വീണ്ടും ചോദിച്ചേക്കുകയാണ് എന്ത്, കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. കമ്പനിയും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അതായത് LLPയും കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്. ഇനി പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, ഇത് ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ വീണ്ടും ആവർത്തിച്ചില്ല, അപ്പോൾ എന്താ പഠിച്ചിട്ട് വേണം പോവാൻ. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന സംശയമായിരിക്കും, ഇതിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, നിങ്ങൾക്ക് ഈ നോട്ട് കിട്ടുക എന്ന് പറയുന്നത് എവിടെ നിന്നാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇല്ലടാ. ടെക്സ്റ്റ് ബുക്കിൽ അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ടോപ്പിക്ക് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് അതിൽ നിന്നെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്രയും സിമ്പിളാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AI യൂസ് ചെയ്യാം. അതായത് ChatGPT പോലെയുള്ള ഐറ്റംസ് ഇല്ലേ, ChatGPT, ജെമിനി, ഇതിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് പഠിക്കാം. നോട്ടൊക്കെ അവർ ഷോർട്ടാക്കി തരും. ഓക്കെ, പിന്നെ വന്നേക്കണം എന്താ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിക്കാൻ പറഞ്ഞല്ലോ, അതിൻ്റെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഷെയർ, അത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഓക്കെ, അവിടെ നിൽക്കട്ടെ അത്. ഇനി
ഹൂ ഈസ് ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി? ഡയറക്ടർ ഓഫ് ദി കമ്പനി ആരാണ്? ഹൂ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ്? എടാ ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ടെസ്റ്റിലുണ്ട്. അതിൽ ഡയറക്ടർ ആരാണ്, ആറിനെ നമുക്ക് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാം, ഇവർക്ക് അപ്പോയിന്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ്, ഇനി ഡയറക്ടേഴ്സിന്റെ പവേഴ്സ് എന്താണ്, ഇതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ. എടാ മാനേജറിയൽ റെമ്യൂണറേഷൻ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അതിലെന്താണ് 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതുപോലെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് നോട്ട് മാനേജറിയൽ റെമ്യൂണറേഷനിൽ ഇൻക്ലൂഡ് ആവാത്തത് എന്തെല്ലാമാണ്? ഡിവിഡൻഡ് പേയ്മെന്റിനെ കുറിച്ചൊരു പ്രൊവിഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇതുവരെയും ചോദിച്ചില്ല, നമുക്കിനി വരും എക്സാമുകളിൽ നോക്കണം. ഇൻസ്പെക്ഷൻ ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി കമ്പനി. ഹു ആർ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്? അതായത് എന്താ, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ഷനെ പറ്റിയിട്ടും അത് ആരാണ് കീപ്പ് ചെയ്യേണ്ടത്, ഇനി ആ ബുക്ക് കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം പണിഷ്മെന്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് ഫസ്റ്റ് ടൈം ആണ്, നോക്കാം. ഇനി ഓഡിറ്റർ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്, അത് റീഡ് ചെയ്തിട്ട് വേണം പോവാൻ, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാനുണ്ട്. ആരിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹു കനോട്ട് ബി അപ്പോയിന്റഡ് ആസ് ആൻ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്ത ആരിനെയൊക്കെയാണ്? ഓക്കെ. പിന്നെ ഇനി നോക്കേണ്ട കാര്യം എന്താ, വൈൻഡിങ് അപ്പ് നോക്കണം. 2-3 ക്വസ്റ്റ്യൻ ആയി ഇപ്പം. വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ് നോക്കിക്കോ, അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് നാഷണൽ കമ്പനി ലോ അപ്പല്ലറ്റ് ട്രിബ്യൂണൽ വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിടാ. ഇത് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിട്ട് പോയാൽ മതി. അതുപോലെ സെക്യൂരിറ്റി ഷെയർ ഇതും ചോദിച്ചു. ഓക്കെ. ഇനി എന്താ, പബ്ലിക് കമ്പനി എന്താണെന്ന് പഠിച്ചൂടെ? എടാ പബ്ലിക് കമ്പനി എന്താണെന്ന് പഠിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് പഠിക്കും, പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് പഠിക്കും. ഇത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എഴുതിക്കൂടെ? ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് എന്ത് പഠിക്കാൻ, പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനിയിലോട്ട് എങ്ങനെ മാറ്റാം, അതിന്റെ കൺവേർഷൻ സ്റ്റെപ്സ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ. സുഖമായിട്ട് നിങ്ങൾ എത്ര മാർക്ക് ഉണ്ടാക്കി? 20 മാർക്ക് ഉണ്ടാക്കി. ഓക്കെ. ഇനി എന്താണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിന്റെ പർപ്പസ് എന്താണ്, ഇത് നമുക്ക് ഓൾറെഡി അറിയില്ലേ? അതുപോലെ എന്തെല്ലാം ക്ലോസുകളാണ്, ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വീണ്ടും നിങ്ങൾ എത്ര സ്കോർ ചെയ്തു ഈ വർഷത്തെ പേപ്പറിൽ? ഈ വർഷത്തെ അല്ല, ഇതെന്നത്തെയാണിത്? ഇത് ജൂൺ 2020. ഈ 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ 20 മാർക്കല്ല, എത്രയാ, 40 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഡീമഡ് പ്രോസ്പെക്ടസ് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് നമുക്ക് പിന്നീട് നോക്കാം. ഒരു വട്ടമാണ് ഇത് വന്നത്, അപ്പൊ 2 വട്ടം ഇപ്പോൾ വന്നു കഴിഞ്ഞത്. എന്ത് ചെയ്യണം, വായിക്കണം. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. 10 മാർക്കിനാണ് അത് ചോദിച്ചത്. ഇനി എടാ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട്, അതായത് നമ്മുടെ ഷെയറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുന്നത് നോട്ടീസ് പോലത്തെ ഒരു സംഭവമാണ്. ആ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉണ്ട്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ട്, അത് നോക്കിക്കോ. ഇതുവരെ ചോദിച്ചില്ല, പക്ഷെ ഇനി ചോദിക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഡിബഞ്ചറിനെ പറ്റി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു ഡിബഞ്ചറിനെ പറ്റി പഠിക്കാൻ. കാരണം എന്താ, ഡിബഞ്ചറും ഷെയറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ചോദിച്ചില്ലേ, അപ്പോൾ ഡിബഞ്ചറിനെ പറ്റി അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്താണെന്ന് അറിയണം, അതിന്റെ ഫീച്ചേഴ്സ് നോക്കണം. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് അവിടെ നിൽക്കട്ടെ. ഇനി റെസൊല്യൂഷൻ നോക്കാം. റെസൊല്യൂഷൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ കൂടി നോക്കണം. ഇന്റർ ഡിവിഡൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വൈൻഡിങ് അപ്പ് നോക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല. 5 മാർക്കിന് 10 മാർക്കിനൊക്കെ വല്ലപ്പോഴും ആയിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നെ കമ്പനി സെക്രട്ടറി എന്ന് ചോദിക്കേണ്ടത്, പക്ഷെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതുകൊണ്ട് ഇന്നത് പഠിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ അറ്റംപ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ നോക്കിയത് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഏതൊക്കെ വന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യുക. ഇത് നമ്മൾ പറഞ്ഞില്ലേ, പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയിലുള്ള ഡിഫറൻസ് 10 മാർക്ക് കിട്ടി. ഓക്കെ, ഇത് നമുക്കറിയോ? ഇത് നമുക്കറിയില്ല. പ്രിവിലേജസ് ആൻഡ് എക്സംഷൻ അവൈലബിൾ ടു ദി കമ്പനി നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ വരുന്നു. മെമ്മറാണ്ടത്തിന്റെ ക്ലോസുകൾ, അതുപോലെ ഓക്കെ, ഇവിടെ ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആഡ് ആയിട്ടുണ്ട്. എന്താണ്,
എടാ അതായത് ഒന്നുമില്ല, നമ്മുടെ കമ്പനിയുടെ നെയിം ഇല്ലേ, ആദ്യം കമ്പനിയുടെ മെയിൻ നെയിം എന്ന് പറയുന്നത് ഇർഫാൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നാർന്ന്, സോറി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാർന്ന്. എനിക്കത് പിന്നീട് ചേഞ്ചസ് ചെയ്യാൻ തോന്നി, അതായത് ഓൾട്രേഷൻ വരുത്താൻ തോന്നി. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്, ഇനി ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട്സ് എന്തെല്ലാമാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് അറിയില്ല. നമുക്ക് അറിയണത് എന്താണ്, നെയിം ക്ലോസിനെ പറ്റി അറിയാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ 5 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു, ഇവിടെ 10 മാർക്ക് കിട്ടി. ഓക്കെ, പ്രിഫറൻസ് ഷെയർ നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, വാട്ട് ഡു മെയിൻ ബൈ ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയം, നമുക്ക് അറിയുന്ന കാര്യമാണ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നതാണ് എന്താ പ്രീമിയം എന്ന്. അതൊക്കെ നിങ്ങൾക്ക് അടിച്ച് വിടാമതേ ഉള്ളൂ. ഓക്കെ, ഇനി ഹു ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് ഡയറക്ടർ, അതുപോലെ ഡയറക്ടേഴ്സിന്റെ ലയബിലിറ്റീസ്, ഇത് ഡിസ്കസ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു 15 മാർക്കോളം സ്കോർ ചെയ്യുക, 20 കൂട്ടാം. ഓക്കെ, ഇനി മെമ്പേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളാണ് ചോദിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞു കമ്പനി സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ചില അറ്റംപ്റ്റിൽ, പക്ഷേ ഓരോ അറ്റംപ്റ്റിലും റിപ്പീറ്റഡ് അല്ല അതിൽ നിന്ന് വരുന്നത്. ഇപ്പൊ ചോദിച്ചത് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, ഇതിനു മുമ്പ് വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് കമ്പനി സെക്രട്ടറിന്റെ പവർ, അങ്ങനെ വ്യത്യസ്തമായിട്ട് ആണ് ചോദിക്കുന്നത്. ഇവിടെ ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ ചോദിക്കുന്നുണ്ട്, 5 മാർക്ക് ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ, 5 മാർക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ ഇത് ഞാൻ പഠിക്കാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നാഷണൽ കമ്പനി ലോ ആൻഡ്, അപ്പൊ ഇവിടെ നിന്നും 5 മാർക്ക് കിട്ടി. ഇവിടെ ക്വസ്റ്റ്യൻ തീർന്നു. ഇതിൽ നമുക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാത്ത കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കമ്പനി സെക്രട്ടറി നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ 10 പഠിച്ചിട്ടില്ല എന്നല്ല, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതിൽ. അപ്പൊ 10ഉം 30, പിന്നെ ഇവിടെ 45 മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്തത്. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഒന്നും ഗ്യാസ് കയറ്റി എഴുതാണ്ട് കിട്ടിയ മാർക്കാണിത്. നിങ്ങൾക്ക് എന്തായാലും എഴുതിക്കിട്ടുള്ള പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, 10 രൂപയുള്ള ഫേസ് വാല്യൂ ഉള്ള ഷെയർ ആണെങ്കിൽ അതിൽ നിന്ന് എക്സ്ട്രാ വാങ്ങുന്ന ആ എമൗണ്ടിനെ അല്ലേ പ്രീമിയം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചതല്ലേ, അതിന്റെ നോളജ് വെച്ച് നിങ്ങൾ എന്തായാലും എഴുതും. നിങ്ങൾക്ക് ഏകദേശം ഒരു 50 മാർക്ക് ലിമിറ്റഡ് ആയിട്ട് പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലാലോ, പുതിയതായിട്ട് വന്നത്. അത് നമുക്ക് നോക്കാം. ഇനിയുള്ള അറ്റംപ്റ്റിൽ അത് എങ്ങനെ നോക്കുന്നു അതിനനുസരിച്ച് പഠിക്കാം. അല്ലാണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ ആവോ, ഇല്ല. ഇനി യെസ്, ഇല്ലീഗൽ അസോസിയേഷൻ നേരത്തെ പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പഠിച്ചിട്ട് തന്നെ പോയിക്കോളൂ. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയിലുള്ള ഡിഫറൻസ് നോക്കാം. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ഇക്വിറ്റി ഷെയർ ഡിബഞ്ചർ, പിന്നെന്താ ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റേഴ്സ് പഠിക്കാൻ പറഞ്ഞ അതിലുള്ള ഒരു സംഭവമാണ് ഓഡിറ്റ് കമ്മിറ്റി, അതൊക്കെ നോക്കണം. ഡ്യൂട്ടീസ് ഓഫ് ദി കമ്പനി, സിമ്പിൾ പേപ്പർ ആണല്ലേ. ഈ വർഷം നമ്മൾ ഇത്രയും പ്രീവിയസ് ഇയറിൽ നോക്കിയത് വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക നോക്കിയ കാര്യങ്ങളും ജൂൺ 2024 വന്നിട്ടുണ്ട്. ഓക്കെ, കമ്പനി സെക്രട്ടറിനെ പറ്റി എടാ ഞാനിപ്പോ പറയാണ്, കമ്പനി സെക്രട്ടറി പഠിച്ചു, കാരണം ക്വസ്റ്റ്യൻസ് 20 മാർക്കോളം അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ എന്താണ് സെക്രട്ടറി? ഓക്കെ, കമ്പനീസ് ആക്ട് പ്രകാരം ആരെയൊക്കെയാണ് നമുക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നത്, അതായത് കമ്പനിയുടെ സെക്രട്ടറി ആയിട്ട്. പിന്നെ എന്തെല്ലാമാണ് ഇവരുടെ ലയബിലിറ്റീസ്, പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, റെസൊല്യൂഷൻ പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പുതിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയർമാൻ, ഇതും കൂടി പഠിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്, അത് നോക്കിക്കോ. അപ്പോൾ ഇതൊരു നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ വന്ന്. ബോർഡ് മീറ്റിംഗ് നമുക്ക് അറിയില്ലെങ്കിൽ പഠിച്ചു, വൈൻഡിങ് അപ്പ് അറിയാം, ഇത് രണ്ടും അറിയില്ല. എടാ നമുക്ക് 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് നോക്കിയാലോ, അതിന് വേണ്ട, അവരുടെ ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ നോക്കി. എടാ അപ്പൊ ഇത്രയും ഉള്ളൂ, ഒരു പേപ്പർ കൊണ്ട് ഉണ്ട്, അതിന്റെ ആവശ്യമില്ല, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഞാൻ ഇനി സെപ്പറേറ്റ് ഒന്നും എഴുതല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും, അത് നോട്ട് ചെയ്യുക. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് ഒപ്പിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാൻ അറിയാലോ. ChatGPT യൂസ് ചെയ്യാൻ അറിയാത്ത ആരും ഇല്ല ഇപ്പൊ, അതിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി ഇഗ്നോ യൂണിവേഴ്സിറ്റി തരുന്ന ടെക്സ്റ്റ് ബുക്കില്ലേ, ആ ടെക്സ്റ്റ് ബുക്കില് ഇത് അപ്ലോഡ് അല്ല, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ.
എന്നിട്ട് അതിൽ ഓരോ ടോപ്പിക്സ് ആയിട്ട് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ.